ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിലമ്പൂരിൽ PV അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന് കോൺഗ്രസ്. UDFുമായി സഹകരിക്കണോ എന്ന് അൻവറിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അൻവറിന്റെ ഉപാധികൾ കണക്കിലെടുക്കേണ്ട എന്ന് UDF യോഗത്തിൽ തീരുമാനമായി. UDF യോഗത്തിന് ശേഷവും അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പറഞ്ഞ പരാമർശങ്ങളിൽ അൻവർ ഉറച്ചു നിൽക്കുകയാണ്. മുന്നണി പ്രവേശനം കാത്തുനിന്ന PV അൻവറിനെ വെട്ടിലാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുത്ത നിലപാട്. UDF നയം വ്യക്തമാക്കി. ഇനി അൻവർ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നുള്ളതാണ് UDF തീരുമാനം. അത് അദ്ദേഹം തീരുമാനിക്കും. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. രാവിലെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വൈകിട്ട് തീരുമാനമുണ്ടാകും എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ നിലമ്പൂരിലെ UDF നേതൃയോഗം കഴിഞ്ഞ ശേഷം അൻവറിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. എന്നാൽ UDF പ്രഖ്യാപനം വന്നതിന് തൊട്ടുപുറകെ PV അൻവർ വീണ്ടും മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതീക്ഷ ഉണ്ടെന്നും ചർച്ചകൾ തുടരുമെന്നും അൻവർ. അത് ലീഗ് നേതാക്കളുടെ മധ്യസ്ഥതയിൽ തന്നെയായിരിക്കും. PV അബ്ദുൽ വഹാബിന്റെ വസതിയിലാണ് ചർച്ച നടന്നത്. അൻവർ UDFനൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും 19 മുൻപ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. 19-നാണ് തെരഞ്ഞെടുപ്പ്. പോളിംഗ് നടക്കുന്നതിന് മുമ്പ് തീരുമാനമായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും. ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ കൂടി കൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ടീം 24 നിലമ്പൂർ. ഉപതെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകളാണ് UDF നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയെ PV അൻവർ നേരിൽ കണ്ട് നിലപാട് അറിയിച്ചു. അൻവറുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടു. മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും ഈ ചർച്ചകളുടെയൊക്കെ ഭാഗമായി. UDF ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിൽ അൻവർ ഉറച്ചു നിന്നതോടെ ചർച്ച പൊളിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ 48 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അൻവർ പക്ഷം നിലപാട് കടുപ്പിച്ചത് ഇന്നു രാവിലെ. ഇതോടെ കലങ്ങിമറിഞ്ഞത് UDF ക്യാമ്പാണ്. അൻവർ പോയാൽ പോട്ടെ എന്ന് ഒരു വിഭാഗം, ആ പോക്കിൽ നിലമ്പൂർ കൂടി പോകുമോ എന്ന ആശങ്ക പങ്കുവച്ച് മറുവിഭാഗവും. ഒടുവിൽ അൻവറിനെ അങ്ങനെ കൈവിടണ്ട എന്ന് ചർച്ചകൾ. 10 മണിയോടെ അൻവർ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കാരാത്തോട് വീട്ടിലെത്തി. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അബ്ദുൽ സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥ ചർച്ച നടത്തുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. എല്ലാം UDF ചർച്ച ചെയ്യട്ടെ. UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും, അതിലെന്താ സംശയം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ആശയവിനിമയം നടത്തി ഇനി പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കും. കഴിഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അൻവർ ഒതായിലേക്ക് എത്തിയപ്പോഴേക്കും പുറകെ UDF നേതാക്കളും എത്തി. സുഹൃത്തുക്കളായ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, CMP നേതാവ് വിജയകൃഷ്ണൻ തുടങ്ങിയവരെത്തി. 1.5 മണിക്കൂർ ചർച്ച. സൗഹൃദ സന്ദർശനമെന്ന നേതാക്കൾ. ഞങ്ങൾ ഇന്നൊന്നും തുടങ്ങിയല്ല, ഒരു 2-3 മാസമായി 3-4 മാസമായി ഞങ്ങൾ നിരന്തരം കൂടിക്കാഴ്ച കാണുന്ന നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം UDF ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം UDF നേതൃത്വമാണ്. അൻവറിന്റെ ഉപാധികൾക്ക് വഴങ്ങാതെ വേണമെങ്കിൽ അൻവറിന് UDFുമായി സഹകരിക്കാമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതോടെ PV അൻവർ പ്രതിരോധത്തിലായി. ഞാൻ 2 ഡേയ്സ് പറഞ്ഞല്ലോ, 1 ഡേ ആയിട്ടുള്ളൂ. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി നിർത്താമെന്ന പഴയ വാഗ്ദാനം തന്നെ പുതുക്കുകയായിരുന്നു നേതാക്കൾ. അൻവർ UDFന് മുന്നിൽ വെച്ച സമയപരിധി തീരാൻ ഇനി 1 ദിവസം കൂടി ബാക്കിയുണ്ട്. പക്ഷേ UDF ഇപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അൻവർ എന്തു ചെയ്യും? ടീം 24 നിലമ്പൂർ. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ PV അൻവറിന് തീരുമാനമെടുക്കാൻ ഇനി ബാക്കിയുള്ളത് 24 മണിക്കൂർ മാത്രം. UDFുമായി എങ്ങനെ സഹകരിക്കുമെന്ന കാര്യത്തിൽ ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി അൻവർ ഇപ്പോഴും ചർച്ച നടത്തുകയാണ്. അൻവറിനോട് അടുപ്പമുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെ ഈ ചർച്ചയുടെ ഭാഗമാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ വിപിൻ C വിജയൻ നൽകും നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഇപ്പോൾ നേരത്തെ അൻവർ തന്നെ പറഞ്ഞതാണ്, ഫുട്ബോളിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നിലെ കോവണിയിലെങ്കിലും പിടിച്ചു നിൽക്കാമല്ലോ എന്നത്. അപ്പോൾ ഫുട്ബോളിലാണോ പിന്നിലെ കോവണിയിലാണോ എവിടെയാണ് അൻവർ നിൽക്കുക എന്നറിയില്ല. 24 മണിക്കൂർ അദ്ദേഹം തന്നെ തീരുമാനിച്ച സമയപരിധിയാണ്.
അത് നാളെ അവസാനിക്കും. മത്സരിക്കുമോ PV അൻവർ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗമൊക്കെ നാളെ ചേരാനിരിക്കുന്നു എന്ന വിവരവുമൊക്കെ വരുന്നുണ്ടല്ലോ. വിജയകുമാർ ഈ ബസിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ഗോവണി എന്ന് പറയുന്നത് അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ളതാണ്. ഈ മഴക്കാലത്ത് അങ്ങനെ ഗോവണിയിൽ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇന്നുള്ള ചർച്ചകളുടെ ആകെ തുകയായി നമുക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ UDFന്റെ നേതൃയോഗം വൈകിട്ട് നടന്നിരുന്നു. ഈ നേതൃയോഗത്തിലെ തീരുമാനങ്ങൾ PV അബ്ദുൽ വഹാബ് MP-യുടെ വീട്ടിൽ വെച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ PV അൻവറിനെ അറിയിച്ചു. അത് പ്രധാനമായും ഇപ്രകാരമാണ്: ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഘടകകക്ഷിയാക്കാം ആദ്യഘട്ടത്തിൽ. ആ ഘടകകക്ഷിയാക്കിയതിനു ശേഷം അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യാം, മുന്നണിയിൽ എടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നൊരു ആവശ്യം കൂടി UDFന്റേതായി മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്ന് പങ്കുവച്ചു. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഘടകകക്ഷി തന്നെയാക്കണം, മുന്നണിയിൽ എടുക്കണം എന്നുള്ള നിലപാടിലാണ് PV അൻവർ ഉറച്ചു നിൽക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും 30-ാം തീയതി തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം ചേരുന്നുണ്ട് മഞ്ചേരിയിൽ. അതിൽ ചർച്ച ചെയ്തതിന് ശേഷം അറിയിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഘടകകക്ഷിയാക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പക്ഷം ചേർക്കുന്നത്. എന്നാൽ ഇപ്പോൾ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ അടക്കം അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പോലും PV അൻവറിന്റെ പരാമർശങ്ങൾ പലതും അത് അതിരുവിടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സഹകരണവും വേണ്ട എന്ന് മറുവിഭാഗവും ഒരു നിലപാട് എടുക്കുന്നുണ്ട്. ഒരു മൂപ്പിളമ തർക്കം നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും കാണാം. ഇപ്പോൾ UDF പ്രധാനമായും കോൺഗ്രസ് എടുക്കുന്നത് അൻവർ ആദ്യം സഹകരണം UDFനൊപ്പം സഹകരിക്കുമെന്നുള്ളത് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുന്നതിനെ കുറിച്ച് നമുക്ക് പിറ്റേ ദിവസം തന്നെ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ PV അൻവർ പറയുന്നത് ആദ്യം ഒരു ഘടകകക്ഷിയാക്കുമെന്നുള്ള തീരുമാനം വരട്ടെ, അതിനുശേഷം സഹകരണം പറയാമെന്നുള്ളതാണ്. ഇതിലാണ് ഇപ്പോൾ ആദ്യം ഒരു സമവായം വേണ്ടത്. ഇങ്ങനെ ചർച്ചകൾ പലത് നടക്കുന്നുണ്ടെങ്കിലും ഇതിലൊരു അന്തിമ രൂപമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മുസ്ലിം ലീഗ് ഒരു മധ്യസ്ഥ ചർച്ച നടക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ആദ്യം മുതൽ തന്നെ ലീഗ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ കൈവിടരുത്, ഇപ്രാവശ്യം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ കൺവെൻഷനൊക്കെ തുടങ്ങിയത് മുസ്ലിം ലീഗാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം വന്നപ്പോൾ UDFന് പുറത്തുള്ള PV അൻവർ ഇത്ര വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമവായത്തിനായി മുസ്ലിം ലീഗ് സജീവമായി ഈ വിഷയത്തിൽ രംഗത്ത് നിൽക്കുന്നത്. കാരണം PV അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് UDFന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നുള്ളതാണ് ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. ശരി വിപിൻ, എന്തായാലും PV അൻവർ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നു എന്നറിയില്ല. നാളെ ഒരു ദിവസം കൂടി അദ്ദേഹം തന്നെ തീരുമാനിച്ച സമയപരിധിയാണ്. അത് നാളെ അവസാനിക്കും. അതിനു മുമ്പ് PV അൻവർ എന്തെങ്കിലും നിർണായക തീരുമാനങ്ങൾ എടുക്കുമോ എന്നറിയില്ല. എന്തായാലും അൻവർ തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ തീരുമാനം ഉണ്ടാകേണ്ടത് PV അൻവറിന്റെ ഭാഗത്തു നിന്നാണ്. അതിലേക്ക് എങ്ങനെ പോകുമെന്നൊന്നും അറിയില്ല. ലീഗ് നടത്തുന്ന ചർച്ചകളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് PV അൻവർ. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കും. സംസ്ഥാന കൗൺസിലിൻ്റെതാണ് തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിനായി ജൂൺ 1 വീണ്ടും സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട്. കോട്ടയത്തായിരിക്കും ഈ യോഗം നടക്കുക. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കക്കോട്, പൈലി വാത്യാട്ട് എന്നിവരെയാണ് സ്ഥാനാർത്ഥിമാരായി ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, BJP അവർക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലമെന്ന് സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവിടെയാണ് ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുന്നത്. BDJS അത് ഏറ്റെടുക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം എപ്പോഴുണ്ടാകും? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, BJPയിൽ നിന്ന് നിലമ്പൂരിൽ മത്സരിക്കാൻ BDJSന് മേൽ കനത്ത സമ്മർദ്ദമുണ്ട്. BJPക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത് ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലമായതുകൊണ്ട് ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് BDJSന് മേൽ ഇവിടെ മത്സരിക്കാനുള്ള സമ്മർദ്ദം വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് BDJS സംസ്ഥാന കൗൺസിൽ ഓൺലൈനായി ചേർന്നു. അങ്ങനെ BJPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിലമ്പൂരിൽ മത്സരിക്കാൻ BDJS ഔദ്യോഗികമായി തീരുമാനമെടുത്തു. ഇനി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരേണ്ടത്. ജൂൺ 1 കോട്ടയത്ത് നേരിട്ട്, അതായത് ഓൺലൈൻ അല്ലാതെ നേരിട്ട് തന്നെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. ആ യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. ഇപ്പോൾ പ്രധാനമായും 2 പേരുകളാണ് BDJS പരിഗണിക്കുന്നത്. മലപ്പുറത്തെ BDJSന് ജില്ലാ അധ്യക്ഷൻ ഗിരീഷ് കക്കോട്ടും മറ്റൊന്ന് BDJSനൊപ്പമുള്ള നേതാവായ പൈലി വാത്യാട്ടുമാണ്. പൈലി വാത്യാട്ട് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള നേതാവാണ്. ഈ 2 പേരെയാണ് ഇപ്പോൾ BDJS ഇവിടെ NDA സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മത്സര രംഗത്തുണ്ടാകും. BDJSനാണ്
സീറ്റ് നൽകുന്നത്. BDJS സ്ഥാനാർത്ഥി മത്സരിക്കും. സ്ഥാനാർത്ഥിയെ ഉടൻ തീരുമാനിക്കും. അതിനായി ജൂൺ 1-ന് സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട്. നേരത്തെ BDJS അവിടെ മത്സരിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ 10,000-ലധികം വോട്ട് അവിടെ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യമൊക്കെ ഒരിക്കൽ കൂടി ഉപയോഗിക്കാനായിരിക്കാം BDJS സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം കോട്ടയത്ത് ഉടൻ ഉണ്ടാകും. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയെ ഈ മാസം 30-ന് പ്രഖ്യാപിക്കും. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ 24-നോട് പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥി വേണോ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥി നിർദ്ദേശത്തിന് അംഗീകാരം നൽകാൻ വെള്ളിയാഴ്ച വൈകിട്ട് LDF യോഗം ചേരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതാണ് CPIM-ലെ പതിവ്. അതിനു മുന്നോടിയായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റികളിൽ നിന്നും അഭിപ്രായം തേടും. നിലമ്പൂരിലും ഇതേ പ്രക്രിയ തന്നെയാണ് CPIM തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ നേതൃത്വവുമായും മണ്ഡലത്തിലെ ചുമതലക്കാരായ നേതാക്കളുമായും ചർച്ച നടത്തി. മണ്ഡലത്തിന് ചുമതലയുള്ള നേതാക്കളുടെ പ്രത്യേക യോഗവും നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, M തോമസ് മാത്യു തുടങ്ങിയവരുടെ പേരുകളാണ് CPIM നിലമ്പൂരിലേക്ക് പരിഗണിക്കുന്നത്. ഇതിൽ തന്നെ ഷെറോണ റോയിയുടെ പേരിനാണ് മുൻതൂക്കം. അടുത്ത വെള്ളിയാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഒട്ടും വൈകില്ല. 30-ാം തീയതി കൂടി LDFന്റെ സ്ഥാനാർത്ഥി അറിയും. ഒരുപാട് ആളുകൾ ഉചിതമായിട്ടുള്ളതുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിശ്ചയിക്കാനാണ് CPIM-ന്റെ ശ്രമം. സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി നിർണയം. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപാട് മിഷനുകളും എല്ലാം ഈ നാട്ടിലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും LDFന്റെ ഒരു MLA ഇവിടെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ CPIM സെക്രട്ടറി കൈക്കൊള്ളുന്ന തീരുമാനം വെള്ളിയാഴ്ച വൈകുന്നേരം ചേരുന്ന LDF യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. 3:30 നടക്കുന്ന LDF യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. ആർ ശ്രീജിത്ത്, 24 നിലമ്പൂർ. കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യം ചോർത്തിയ പോലീസുകാരെ തിരിച്ചെടുത്തതിൽ അന്വേഷണം നടത്താൻ സർക്കാർ നിർദ്ദേശം. PV അൻവറിന് SOG രഹസ്യം ചോർത്തി നൽകിയ 2 IRB കമാൻഡോകളെ തിരിച്ചെടുത്തതിലാണ് സർക്കാർ അന്വേഷണം. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി DGPക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചു. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. വിശദാംശങ്ങൾ ദീപക് ധർമ്മടം നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ PV അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അതിനിടയിലാണ് അൻവർ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഇതാ സർക്കാരിന്റെ ഒരു തീരുമാനം വരുന്നു. ഉപതെരഞ്ഞെടുപ്പുമായി ചേർത്ത് വായിക്കേണ്ടേ ഈ നീക്കത്തെ? വിജയകുമാർ, അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് എങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല ഇത്തരത്തിൽ സർക്കാരിന്റെ ഉത്തരവ് ഇറക്കിയത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം, അതായത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി DGP ദർവേഷ് സാഹിബിന് രേഖാമൂലം കത്ത് നൽകി. ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഈ SOG രാജ്യത്തിൻ്റെ തന്നെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ശൃംഖലയാണത്. ആ രഹസ്യാന്വേഷണ സേനയിൽ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ നമ്മൾ വിവാദമായ സാധനമാണ്, ഈ വാർത്തയാണ്. അതിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ ഒരു MLAക്ക് കൈമാറുന്നു. MLA അത് വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു. SOG കമാൻഡന്റിൻ്റെ അന്വേഷണം. ഫറാഷ് എന്ന SOG കമാൻഡന്റ് IPS ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നു. ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള നടപടിയിലേക്ക് കടന്നു. പക്ഷേ ഏറെ വൈകി സസ്പെൻഡ് ചെയ്തു. പക്ഷേ സസ്പെൻഷൻ കഴിഞ്ഞ് 20 ദിവസം തികയും മുൻപ് അവരെ തിരിച്ചെടുത്തു. 2 പേരെ തിരിച്ചെടുത്തു, മുഹമ്മദ് ഇന്ത്യാസിനെയും അതുപോലെ പയസ് അബ്ബാസിനെയും. ഇവരെ വ്യത്യസ്തമായ 2 ഉത്തരവുകളുടെ രഹസ്യമായി തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്ത നടപടി 24 ആണ് പുറത്തുവിടുന്നത്. അതിനുശേഷം DIG ആ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് വീണ്ടും സസ്പെൻഷനിലേക്ക് പോയി. പക്ഷേ ഇതിന് പുറകിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് സർക്കാർ സംശയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തന്നെ നേരിട്ട് അന്വേഷണത്തിന് വേണ്ടി DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായ റിപ്പോർട്ട്, നമുക്ക് ലഭ്യമായ സൂചനയനുസരിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം, 28-നകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, പോലീസിൻ്റെ ഏറ്റവും രഹസ്യം കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയുടെ വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തി. ആ ചോർത്തിയവരെ സസ്പെൻഡ് ചെയ്യാൻ വൈകി. സസ്പെൻഡ് ചെയ്ത് വളരെ പെട്ടെന്ന് തിരിച്ചെടുത്തു. അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഇവരെ തിരിച്ചെടുക്കാൻ പോകുന്നു. മാത്രവുമല്ല, ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിലുള്ള ഓഫറുകൾ മറ്റൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സർക്കാർ, പോലീസ് വൃത്തങ്ങൾ, പോലീസ് തലപ്പത്ത് സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വിജയകുമാർ, ദീപക്, ഇപ്പോൾ അൻവറിന് SOG രഹസ്യം ചോർത്തി നൽകിയ 2 IRB കമാൻഡോകളാണ്. അപ്പോൾ അതിൽ
അതിലാണ് ഈ വീഴ്ചയൊക്കെ സംഭവിച്ചിരിക്കുന്നുവെന്ന് ഈ പരിശോധനയിൽ, പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി അതിന് വിശദമായ അന്വേഷണം, അത് വേഗത്തിൽ ഇപ്പോൾ സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് വാങ്ങി അതിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതും പറയുന്നതും ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി തന്നെയാണ്. അതിനിടയിലേക്ക് ഈ സർക്കാരിൻ്റെ റിപ്പോർട്ട് കൂടി വരാൻ പോവുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്? അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിലെ നീക്കങ്ങൾ, അതിലെന്തൊക്കെയാണ് നടന്നത് എന്നത്, ആരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കാൻ പോകുന്നത് എന്നൊക്കെ, അതൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലൂടെ ചർച്ചയാകാൻ പോകുന്ന സംഗതികൾ തന്നെയല്ലേ ഉറപ്പായും? വിജയകുമാർ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മുൻ MLA PV അൻവർ അതിലൊരു ക്രൂഷ്യൽ റോൾ വഹിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം UDF-ഉമായിട്ടുള്ള തർക്കവും ചർച്ചയും നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സമയത്ത് സർക്കാരിനെതിരെ നടത്തിയ യുദ്ധപ്രഖ്യാപനം, ആ യുദ്ധപ്രഖ്യാപനത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമായിരുന്നു, ഓർക്കുന്നുണ്ടാവും വിജയകുമാർ, ഈ SOGയിലെ വിവരങ്ങൾ ചോർത്തിയത്. ഈ വിവരങ്ങൾ ചോർത്തിയതിൽ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ 2 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സസ്പെൻഷൻ വൈകി, പക്ഷേ എന്നാൽ പെട്ടെന്ന് തിരിച്ചെടുത്തു. മാത്രവുമല്ല, ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇത് വിശദമായ അന്വേഷണം നടത്തി പെട്ടെന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകണം. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോംസിൻ്റെ ആ കത്തിൽ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നാൽ ഇതിൻ്റെ ഒരറ്റത്ത് നിലമ്പൂരിലെ മുൻ MLA PV അൻവർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങൾ എങ്ങനെ ചോർത്തി എന്നുള്ളതും ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതും മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മറ്റൊരു FIR-ഉം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടി പിൻവലിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണം ഈ ചോർത്തലിലേക്ക് നീങ്ങുമെന്നുറപ്പാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PV അൻവറിന് രഹസ്യം ചോർത്തിയതിന് നടപടിയിൽ പോയവർ തിരിച്ചെടുത്ത ആ നടപടിയിലേക്ക് സർക്കാർ ഒരു വലിയ അന്വേഷണം നടത്താൻ DGP-യെ ുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്ന് തീർച്ചയാണ് വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ ഈ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൻ്റെ പകർപ്പും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ വരാൻ പോകുന്നത്. അതിലെ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. അതിലെ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതും തെരഞ്ഞെടുപ്പ് വിഷയമായി രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്നു എന്ന സൂചന ഈ ഘട്ടത്തിൽ ശക്തവുമാണ്. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് നൽകിയത്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് ഈ മാസം 30 വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം വ്യാപക നാശനഷ്ടങ്ങളും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഈ ഭാഗങ്ങളിൽ 15 വീടുകളിൽ വെള്ളം കയറി. ചാലിയാർ, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ എന്നിവ കരകവിഞ്ഞതോടെയാണ് പ്രദേശത്ത് വെള്ളം കയറിയത്. വൻതോതിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കപ്പക്കലിൽ കടലാക്രമണത്തെ തുടർന്ന് 3 വീടുകൾ തകർന്നു. ഇന്നലെ രാത്രിയിൽ അതിശക്തമായ കാറ്റടിച്ച് ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് കൂടെ ചെയ്ത് അപ്പോൾ സൗണ്ട് ഭയങ്കര ചടപടാന്ന് പറഞ്ഞിട്ട് അപ്പൊ മൊത്തത്തിൽ എൻ്റെ വീട് നിലം പതിക്കുക ചെയ്തേ. മലപ്പുറം വണ്ടൂരിൽ സ്വകാര്യ ബസ്സിന് മുകളിൽ മരം വീണ് അപകടമുണ്ടായി. വണ്ടൂർ പുളിയക്കോടാണ് സംഭവം. ഒരു യാത്രക്കാരന് പരിക്കേറ്റു. കാസർഗോഡ് വിദ്യാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. ചൌക്കി സ്വദേശികൾ സഞ്ചരിച്ച കാറിന് മുകളിലാണ് മരം വീണത്. യാത്രക്കാർക്ക് പരിക്കില്ല. കാസർഗോഡ് പനത്തടി റാണിപുരം റോഡിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കിനാനൂർ, കരിന്തളം, കാരിമുലയിൽ 100ഓളം വാഴകൾ നശിച്ചു. പെരുമ്പട്ട മുള്ളിക്കാട് സ്വദേശി ഷെരീഫിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. എറണാകുളം വട്ടേക്കുന്നത്ത് ശക്തമായ കാറ്റിൽ തേക്ക് മരം കാറിന് മുകളിൽ പതിച്ചു. കോതമംഗലത്ത് മരങ്ങൾ വീണ് വീട് തകർന്നു. വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂരിന് സമീപമായിരുന്നു അപകടം. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയമായതിനാൽ വൻ ദുരന്തമൊഴിവായി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഒഴുക്ക് ശക്തമായതിനാൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിച്ചിൽ. ചെകുത്താൻ തോടിന് സമീപമാണ് മണ്ണിടിച്ചിൽ. പാൽച്ചുരം റോഡിൽ ഗതാഗതം നിരോധിച്ചു. പാതയിലെ മണ്ണും കല്ലുകളും നീക്കം ചെയ്യാൻ ശ്രമം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അരുൺ, ഇപ്പോഴും മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടോ? കനത്ത മഴ തുടരുകയാണോ? എപ്പോഴേക്ക് ഇതുവഴിയുള്ള ഗതാഗതം പഴയ നിലയിലെത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടത്?
വിജയകുമാർ, ഇപ്പോൾ അവിടെ മഴ മാറി നിൽക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ പൂർണ്ണമായും ഈ മണ്ണും കല്ലുകളും ഈ പാതയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാത്രമല്ല, കല്ലുകളും ഈ റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. അതാണ് ഇത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നിലുള്ള വെല്ലുവിളി. എന്നാലും ഇന്ന് വൈകിട്ട് 7:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെയും അവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു തൊട്ടു സമീപം. ഇത് കുറച്ചു അല്പം വലിയ മണ്ണിടിച്ചിലാണ് എന്നതാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. പൂർണ്ണമായും റോഡ് മൂടിയ നിലയിലാണ്, മണ്ണും കല്ലുകളും ഉള്ളത്. ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ അതുവഴിയുള്ള, അതായത് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയാണ് പാൽച്ചുരം, അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അതിനൊരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ അതിലൂടെ വാഹനങ്ങൾ പോകരുത്, ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്നു എന്നതാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പ്. വാഹനങ്ങൾ പേരിയ ചുരം നെടുമ്പോയിൽ വഴി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. വയനാട്ടിലേക്ക് പോകേണ്ട യാത്രക്കാർ അതുവഴി നെടുമ്പോയിൽ വഴി പോകണം എന്നതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും സമാനമായി ശക്തമായ മഴയിൽ ഈ പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വലിയ പാറക്കെട്ടുകളൊക്കെ ആ റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമാനമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ കല്ലുകളും JCBക്ക് രാത്രി തന്നെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒരു അറിയിപ്പുള്ളത് PRD അറിയിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടറുടെ അറിയിപ്പാണ്. കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. വാഹനങ്ങൾ പേരിയ ചുരം നെടുമ്പൊയിൽ റോഡ് വഴി പോകേണ്ടതാണ് എന്ന് കളക്ടർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ അറിയിപ്പ് ഈ മേഖലയിലൂടെ യാത്രയ്ക്ക് തീരുമാനിച്ചവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. മണ്ണിടിഞ്ഞും മരം വീണും പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വീടുകൾക്കും കേടുപാടുണ്ടായി. എറണാകുളത്തെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ മരം കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തു. KSRTC ബസ്സും മറ്റു വാഹനങ്ങളും വനത്തിലെ റോഡിൽ കുടുങ്ങി. തൊടുപുഴയിൽ മഴയെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. ഇരുട്ടുകാനം കല്ലാർ 2-ാം മൈൽ വഴിയുള്ള ഭാഗത്താണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല യാത്രാ നിരോധനം 30 വരെ തുടരും. കൊല്ലത്ത് പാണയം മഹാദേവ ക്ഷേത്രത്തിലെ വൻമരവും കാറ്റിലും മഴയിലും കടപുഴകി. കനത്ത കാറ്റിലും മഴയിലും കാലടി പഞ്ചായത്ത് 14-ാം വാർഡിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. വിളപ്പിൽ ശാലയിൽ മരം പോസ്റ്റിന് മുകളിലേക്ക് വീണ് പ്രദേശത്തെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കട്ടപ്പന എറണാകുളം സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി നെടുകണ്ടം ആശാരിക്കണ്ടത്തും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, അവിടെ ഹൈറേഞ്ചിലും ഒക്കെ കനത്ത മഴയാണോ ഇപ്പോഴും? എന്താണ് ഇടുക്കിയിലെ ഒരു പൊതു സാഹചര്യം? ഇടുക്കിയിൽ പരക്കെ ഇടപെട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസ, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഈ ശക്തമായ കാറ്റിലാണ്. വ്യാപകമായി മരം കടപുഴകി വീഴുകയും ഒടിഞ്ഞു വീഴുകയും ചെയ്തതോടുകൂടി വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ പരക്കെയുണ്ട്. മാത്രമല്ല വൈദ്യുതി ബന്ധം ഉൾപ്പെടെ പലയിടത്തും താറുമാറായി കിടക്കുകയാണ്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഓറഞ്ച് അലർട്ടാണ്. തീവ്രമഴ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മുൻകരുതൽ കൂടിയാണ് ഈ അവധി പ്രഖ്യാപനത്തിലൂടെ ജില്ലാ കളക്ടർ നടത്തിയിരിക്കുന്നത്. ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴ അവിടെ തുടരുകയാണ്. ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല.
ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ മേഖലയിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയിൽ കോഴിക്കോട് വടകരയിൽ വിള്ളൽ കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ അപകട ഭീഷണി പഠിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡ്രോൺ പരിശോധന നടത്തും. മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് 6ാം ദിവസവും ആശങ്ക തുടരുകയാണ്. കുന്നിടിച്ചതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റ് മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു. മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല. ഗതാഗതവും പുനഃസ്ഥാപിക്കാനായില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. വീടുകളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാൻ ഉടൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവർ 2-3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒന്ന്, ഡ്രെയിനേജ് അവർ കണക്ട് ചെയ്യാം, ഇവിടേക്കുള്ള ഒരു ലെവൽ കണക്ട് ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റോഡിന്റെ അലൈൻമെന്റിന്റെ ഹൈറ്റിന്റെ അലൈൻമെന്റിന്റെ കാര്യവും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം നിർമ്മാണം പൂർത്തിയായ ഭാഗത്താണ് 10 മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. മഴ ശക്തമായാൽ വിള്ളൽ കൂടാനാണ് സാധ്യത. മൂത്തക്കുന്നം കുര്യാപ്പള്ളി റോഡിന് സമീപം ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിലും വിള്ളലുണ്ടായി. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്താണ് ഗർത്തം. ദേശീയപാതയിൽ അപകട ഭീഷണി പഠിക്കാൻ കാസർഗോഡ് ജില്ലയിൽ വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന്, ബേവിഞ്ച എന്നിവിടങ്ങളിൽ ഡ്രോൺ പരിശോധന നടത്തും. 24 കണ്ണൂർ. അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ച പ്രതിരോധിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ശ്രമം. എണ്ണപ്പാളി 2 നോട്ടിക്കൽ മൈൽ ദൂരത്ത് മാത്രമാണ് പടർന്നിട്ടുള്ളത്. ചരക്കു കപ്പലിൽ നിന്ന് വീണ 30-ലധികം കണ്ടെയ്നറുകളാണ് ഇതുവരെ കേരള തീരത്തടിഞ്ഞത്. എണ്ണപ്പാളി കേരള തീരത്തേക്ക് എത്തിയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളായ സക്ഷം, സമുദ്രപ്രഹരി തുടങ്ങിയവ ഇപ്പോഴും അപകട സ്ഥലത്ത് തുടരുകയാണ്. കണ്ടെയ്നറുകൾ എടുത്തുമാറ്റാൻ സാൽവേജ് ഷിപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലത്തെ തീരങ്ങൾക്കു പിന്നാലെ വർക്കല, അഞ്ചുതെങ്ങ് തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞു. കടൽ തീരത്ത് അങ്ങോളമിങ്ങോളം വെള്ളത്തരികളുടെ രൂപത്തിലുള്ള പദാർത്ഥം തീരത്തടിഞ്ഞു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പോളിയെത്തീലിൻ പെല്ലറ്റുകളാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. തീരമേഖലയിൽ ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 33 കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. കടലിലെത്തിയ വസ്തുക്കൾ എങ്ങനെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നറിയാൻ വിശദമായ പഠനം വേണമെന്ന് വിദഗ്ധർ വ്യക്തമാക്കി. കൊല്ലം തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിച്ച് നാളെ മുതൽ സംസ്കരിച്ചു തുടങ്ങും. 24 കൊച്ചി. മർദ്ദിച്ചു എന്ന മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതിയിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. വിപിനെ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉണ്ണി മുകുന്ദൻ അറിയിച്ചു. വിപിന്റെ പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. വിപിന്റെ പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 24നോട് പറഞ്ഞു. വിപിൻ കുമാർ മുൻ മാനേജറാണെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. 2018-ൽ PRO എന്ന നിലയിലാണ് പരിചയപ്പെട്ടത്. ഇതുവരെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിട്ടില്ല. വിപിൻ അപവാദ പ്രചാരണം നടത്തുന്ന ആളാണെന്ന പരാതി തനിക്ക് നേരത്തെ ലഭിച്ചിരുന്നു. വിപിനിൽ നിന്ന് നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചു. തന്നെക്കുറിച്ച് വ്യാപകമായ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. പ്രശസ്തി ഇല്ലാതാക്കുമെന്ന് വിപിൻ വെല്ലുവിളിച്ചുവെന്നും ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചു. നിലവിലുയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിപിനൊപ്പം ചില ശത്രുക്കളുമുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവിധ വകുപ്പുകൾ ചേർത്താണ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. നടൻ വധഭീഷണി മുഴക്കിയെന്നും മാനേജറുടെ കരണത്തടിച്ചുവെന്നുമാണ് എഫ്ഐആറിലുള്ളത്. ടൊവിനോ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിനാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് വിപിൻ പോലീസിൽ നൽകിയ പരാതി. വിപിന്റെ പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്നും 2 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 24നോട്. പരാതി നമുക്ക് ഇന്നലെയാണ് ലഭിച്ചത്. ഇന്നിപ്പോൾ അത് ഞാൻ നമ്മളുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹൻ സീനുലാലിനോട് ആ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ചർച്ച നടത്താനും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരെനിക്ക് ഒരു 1-2 ദിവസത്തിനുള്ളിൽ അവരുടെ ഒരു റിപ്പോർട്ട് എനിക്ക് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പരാജയപ്പെട്ടതിന്റെ മാനസിക നിരാശയിലാണ് ഉണ്ണി മുകുന്ദനെന്ന് താരവുമായി അടുത്ത ബന്ധമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. ഫ്ളാറ്റിലെ CCTV ദൃശ്യം പോലീസ് പരിശോധിച്ചെങ്കിലും പരാതിയിൽ ഉന്നയിക്കുന്ന മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. 24 കൊച്ചി.
എറണാകുളം ഇടപ്പള്ളിയിൽ 13 വയസ്സുകാരനെ കാണാനില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയെയാണ് കാണാതായത്. കുട്ടിക്കായി ഇടപ്പള്ളി മെട്രോയിൽ പോലീസ് പരിശോധന നടത്തി. ലുലു മാളിന്റെ പിന്നിൽ കുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, എന്താണ് പുതിയ വിവരങ്ങൾ? ഇത്രയും മണിക്കൂറുകളായി കുട്ടിയെപ്പറ്റി എന്തൊക്കെ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? വിജയകുമാർ, ഏതാണ്ട് ഇന്ന് 9:30 എറണാകുളത്തെ സ്വകാര്യ സ്കൂളിൽ നിന്ന് എക്സാം ആയിരുന്നു. ആ പരീക്ഷ എഴുതിയതിനു ശേഷം അതിവേഗത്തിൽ, അതായത് 9 മണിക്ക് തുടങ്ങിയ പരീക്ഷ 9:30 എഴുതി സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി സ്കൂളിന് തൊട്ടടുത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ അല്പനേരം നിന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് മാറി ഇടപ്പള്ളി ഭാഗത്ത് ലുലുവിൻ്റെ പുറകിലൂടെ പോകുന്ന കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അത് ലുലുവിൻ്റെ പുറകിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു ടോയ് ഷോപ്പിൽ നിന്ന്, ഒരു കളിപ്പാട്ട കടയിൽ നിന്ന് ഉള്ള CCTV ദൃശ്യങ്ങളുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പക്ഷേ കുട്ടിയെ കാണാതായതിനു ശേഷം 9:30 കാണാതായ കുട്ടിയെ 2:30 കാണാതായ എന്നുള്ള 2:30 മാത്രമാണ് ഈ കുട്ടിയെ കാണാതായ വിവരം പോലീസിനെ ബന്ധുക്കൾ അറിയിക്കുന്നത്. അതായത് കുട്ടി എത്തുന്ന സമയം കഴിഞ്ഞിട്ടും എത്താതായതോടു കൂടിയാണ് ബന്ധുക്കൾ ഈ ഒരു വിഷയത്തിൽ പോലീസിനെ സമീപിക്കുന്നതുണ്ടായത്. ഏതായാലും 5 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസിന് വിവരം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയദൈർഘ്യം എന്ന് പറയുന്നത് കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഒരു വെല്ലുവിളി തന്നെയാണ്, ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഏതായാലും എളമക്കര പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഊർജിതമായിട്ടുള്ള പോലീസ് അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത സ്റ്റേഷനുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് ഗതാഗതം ഉപയോഗിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ, ഇപ്പോൾ മെട്രോയിലാണ് പരിശോധന നടത്തുന്നത്. കുട്ടിയുടെ പിതാവും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് മെട്രോയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഏതായാലും കുട്ടിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണകൾ ലഭിക്കുവാൻ വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടിയുടെ ഭാഗത്തു നിന്ന് വീട്ടിലോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പരീക്ഷയ്ക്ക് വന്നപ്പോഴും കുട്ടിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പെരുമാറ്റവും ഉണ്ടായതായി ടീച്ചർമാർ വ്യക്തമാക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുട്ടിയിൽ നിന്ന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായ ഒരു സാഹചര്യമില്ല, അങ്ങനെ ഒരു ഹിസ്റ്ററി ഈ കുട്ടിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിയെ കാണാതായത് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം ആശങ്കയിലാണ് കുട്ടിയുടെ മാതാപിതാക്കളുള്ളത്. വിജയകുമാർ, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ലുലു മാളിന് പിറകിലൂടെ കുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. കുട്ടിയെ കാണാതായി 5 മണിക്കൂറിന് ശേഷമാണ് പോലീസിൽ വിവരമെത്തിയത് എന്നത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എങ്കിലും മറ്റു പോലീസ് സ്റ്റേഷനുകളുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. ഇതിനോടകം കൊച്ചി പോലീസ് വിവരം കൂടി വരുന്നുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ 2ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു. അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അഫാന് ലത്തീഫിനോടും ഷാഹിദയോടും വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 543 പേജുകളിലായാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. 110 സാക്ഷികളും 116 തൊണ്ടിമുതലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള 70 ഡിജിറ്റൽ തെളിവുകളുമാണ് കുറ്റപത്രത്തിലുള്ളത്. അഫാന്റെ മാതാവിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിക്കാനുള്ള പണം തിരികെ ചോദിച്ചതും, വീട് വിറ്റ് സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് വിദേശത്തുള്ള പിതാവിനെ നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞതും, അഫാനും കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ സഹായിക്കാതിരുന്നതും, പെൺസുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം അബ്ദുൾ ലത്തീഫ് എതിർത്തതുമാണ് കൊലപാതക കാരണമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പിതൃമാതാവിനെ കൊന്ന കേസിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതേസമയം ആത്മഹത്യാശ്രമം നടത്തിയ അഫാൻ കഴിഞ്ഞ 48 മണിക്കൂറായി വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ്. അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ല. തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിനിടെ തലക്കേറ്റ ക്ഷതം ഗുരുതരമാണ്. ജീവൻ തിരിച്ചു കിട്ടിയാലും സാധാരണ നിലയിലേക്ക് മടങ്ങിവരവ് പ്രയാസമെന്നാണ് വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നിശബ്ദരാകില്ലെന്നും ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് രംഗത്തെത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഖത്തറും കോങ്കോയും പിന്തുണ പ്രഖ്യാപിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ എന്നും ഭീകരതയ്ക്കൊപ്പമാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ തന്നെ പാകിസ്ഥാൻ വിയർത്തുവെന്നും പ്രധാനമന്ത്രി. ऑपरेशन सिंदूर सैन्य बल से प्रारंभ हुआ था, लेकिन अब ये ऑपरेशन सिंदूर जन बल से आगे बढ़ेगा. और जब मैं सैन्य बल और जन बल की बात करता हूं तब ऑपरेशन सिंदूर जन बल का मतलब मेरा होता है जन जन देश के विकास के लिए भागीदार बने.
ഇന്ത്യയുമായി കാശ്മീർ, ജലം, വ്യാപാരം ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചു. ഇന്ത്യ യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ അതിന് മറുപടി നൽകുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാനുമായുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പാകിസ്ഥാൻ നയം വ്യക്തമാക്കിയത്. ഭീകരതയ്ക്കെതിരെയുള്ളത് സഹിഷ്ണുതയില്ലാത്ത നയമെന്ന് ഖത്തർ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം പ്രവർത്തിക്കാൻ കോംഗോയും താൽപര്യമറിയിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നതിനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുകയാണ്. സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘത്തിന്റെ ഖത്തർ സന്ദർശനം പൂർത്തിയായി. വിനീത വിജി, 24, ഡൽഹി. ജമ്മുകാശ്മീരിൽ ടൂറിസം ഉടൻ പുനരാരംഭിക്കാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. പഹൽഗാമിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഒമർ അബ്ദുള്ളയുടെ ഈ പ്രതികരണം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാക് പ്രകോപനത്തിന് മറുപടി നൽകുന്ന ദൃശ്യങ്ങൾ BSF പുറത്തുവിട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അടച്ച ജമ്മു കശ്മീരിലെ ടൂറിസം മേഖല സജീവമാക്കും. നിലവിലെ സാഹചര്യം മറികടക്കാൻ എന്തു ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കും. ഇക്കാര്യത്തിൽ കേന്ദ്രം ആവശ്യമായ പിന്തുണ നൽകുമെന്ന് ഉറപ്പുണ്ടെന്നും ഒമർ അബ്ദുള്ള. पहलगाम आए हैं तो टूरिज्म के हवाले से भी हमारा छोटा मोटा एजेंडा होगा. स्टेज पे मेरे साथ अभिजीत पाटिल साहब बैठे हैं, ट्रैवल और ट्रेड इंडस्ट्री से ताल्लुक रखते हैं. गवर्नमेंट की कोई कोशिश इसमें रही नहीं. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തി സുരക്ഷിതമായ എല്ലാ കേന്ദ്രങ്ങളും തുറക്കാൻ ഉടൻ നടപടിയുണ്ടാകും. പഹൽഗാമിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം. പാക് പ്രകോപനത്തിന് ഇന്ത്യ മറുപടി നൽകുന്ന ദൃശ്യങ്ങൾ BSF പുറത്തുവിട്ടു. പുത്വാൾ, ചപ്രാർ, ചോട്ടാചാക്ക് എന്നിവിടങ്ങളിലെ പാക് പോസ്റ്റുകൾ തകർക്കുന്നതും പാക് സൈനികർ ഓടി രക്ഷപ്പെടുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ. സൈന്യവും CRPF-ഉം ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. 24, ഡൽഹി. ഇതിന്റെ ഭാഗമായ ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീർ സന്ദർശിക്കുകയാണ്. ഈ മാസം 29, 30 തീയതികളിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. പാക് ഷെല്ലാക്രമണത്തിൽ ഇരകളായവരെ ആഭ്യന്തരമന്ത്രി കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ സന്ദർശനം കൂടിയാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോഴറിയിക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നേതാക്കളെ പ്രതി ചേർത്തതോടെ EDക്കെതിരെ ജനകീയ പ്രതിഷേധവുമായി CPIM. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജനങ്ങളുമായി നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് നീക്കം. ED രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രമുഖ നേതാക്കളും CPIM മുൻ ജില്ലാ സെക്രട്ടറിമാരായ K രാധാകൃഷ്ണൻ, MM വർഗീസ്, AC മൊയ്യൻ തുടങ്ങിയവരെ പ്രതി ചേർത്ത് കഴിഞ്ഞ ദിവസമാണ് ED കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പാടെ തള്ളി നേതാക്കൾ രംഗത്തെത്തി. ED മനഃപൂർവ്വം വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണം ശക്തമാക്കാനാണ് CPIM നീക്കം. തൃശ്ശൂരിൽ നാളെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനായിരിക്കും യോഗം ഉദ്ഘാടനം ചെയ്യുക. അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെതാണ് തീരുമാനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കും. ഇതിനായി പ്രാദേശിക തലത്തിൽ ജനകീയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ED നടത്തുന്നത് രാഷ്ട്രീയ നീക്കമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഗൂഢാലോചന നടത്തി കേന്ദ്ര ഭരണാധികാരികൾ നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. നിശ്ചയമായും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടും, സംശയമൊന്നുമില്ല. ED ഉപയോഗിച്ച് LDFനെ വിരട്ടാൻ നോക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് CPIM ഒരുങ്ങുന്നത്. മുന്നണിക്കുള്ളിലും വിഷയം ചർച്ചയാക്കും. 24, തൃശൂർ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.